നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ദി ഇങ്ക് ആൻഡ് ദി മെലഡി എന്നുള്ള ചാപ്റ്ററിൻ്റെ ലെറ്റസ് റിവൈൻഡും അതിനുശേഷമുള്ള 2 ആക്ടിവിറ്റീസുമാണ് കേട്ടോ. നോക്കൂ, ലെറ്റസ് റിവൈൻഡ്. ഒന്നാമത്തെ ചോദ്യം, ഹൂ കുഡ് സേ നോ? വൈ കുഡിൻ ജോസഫ് ബാർബറ സേ നോ ടു മൈക്കിൾ ജാക്സൺ? എന്താ കാര്യം? ജോസഫ് ബാർബറ കുഡിൻ സേ നോ ടു മൈക്കിൾ ജാക്സൺ ബിക്കോസ് ഹി അഡ്മയർഡ് ഹിം. അല്ലേ, ആരാധിക്കുകയല്ലേ, അപ്പോൾ എങ്ങനെ നോ പറയും? മൈക്കിൾ ജാക്സൺ വാസ് എ ഫേമസ് ആർട്ടിസ്റ്റ് ആൻഡ് എ ബിഗ് ഫാൻ ഓഫ് ബാർബറാസ് കാർട്ടൂൺസ്. അദ്ദേഹം ഒരു ഫേമസ് ആർട്ടിസ്റ്റാണ്, പിന്നെ എന്തുമാണ്, ബാർബറയുടെ കാർട്ടൂൺസിൻ്റെ ആരാധകനുമാണ്. ദ ചാൻസ് ടു വർക്ക് വിത്ത് ജാക്സൺ വാസ് എക്സൈറ്റിംഗ്, സോ ബാർബറ കുഡിൻ ടേൺ ഹിം ഡൗൺ. ഇനി, വൈ ഡിഡ് മൈക്കിൾ ജാക്സൺ കോണ്ടാക്ട് ജോസഫ് ബാർബറ? എന്തിനായിരുന്നു? മൈക്കിൾ ജാക്സൺ കോണ്ടാക്റ്റഡ് ജോസഫ് ബാർബറ ടു ടോക്ക് അബൌട്ട് വർക്കിംഗ് ഓൺ എ പ്രോജക്റ്റ് ടുഗെദർ. ജാക്സൺ ലവ്ഡ് കാർട്ടൂൺസ് ആൻഡ് വാണ്ടഡ് ടു കൊളാബറേറ്റ്. ഇനി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ജാക്സൺ സേ അബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ് കാർട്ടൂൺ ഫ്രണ്ട്സ്? എന്താ പറഞ്ഞത്? മൈക്കിൾ ജാക്സൺ റോട്ട് ടു മൈ ഹീറോ ഫെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമോറോ വിത്ത് മെനി താങ്ക്സ് ഫോർ ഓൾ ദ കാർട്ടൂൺ ഫ്രണ്ട്സ് യു ഗേവ് മീ ആസ് എ ചൈൽഡ്. ദേ വെയർ ഓൾ ഐ ഹാഡ്. ദിസ് ഷോസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ദ കാർട്ടൂൺസ് വെയർ ടു ഹിം ഡ്യൂറിങ് ഹിസ് ചൈൽഡ്ഹുഡ്. അല്ലേ, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ കാർട്ടൂൺസൊക്കെ അദ്ദേഹത്തിന് ചൈൽഡ്ഹുഡിൽ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നാലാമത്തത്, ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് മൈക്കിൾ ജാക്സൺസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ? എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? ദ ഓതർ ഡിസ്ക്രൈബ്സ് മൈക്കിൾ ജാക്സൺ ആസ് എ ലേഡ് ബാക്ക്, കോർട്ടിയസ് ആൻഡ് എ ജെന്റിൽമാൻ. ഹി വാസ് മച്ച് മോർ പൊളൈറ്റ് ദാൻ മോസ്റ്റ് പീപ്പിൾ ഇൻ ദി ഇൻഡസ്ട്രി. ഇനി, ഹൗ ഇൻ യുവർ ഒപ്പീനിയൻ ഡിഡ് ജോസഫ് ബാർബറാസ് കാർട്ടൂൺസ് ഇൻഫ്ലുവൻസ് മൈക്കിൾ ജാക്സൺ? ജോസഫ് ബാർബറാസ് കാർട്ടൂൺസ്, എസ്പെഷ്യലി ടോം ആൻഡ് ജെറി, had a big impact on Michael Jackson. Michael loved cartoons as a child and even said they were all I had. During their meeting, Michael was amazed by Barbara's sketches, showing how much they influenced him. അല്ലേ, അദ്ദേഹം വരയ്ക്കുന്നുണ്ട്, ഭയങ്കര വാവ് എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന കാണുമ്പോൾ തന്നെ എത്രത്തോളം ഈ കാർട്ടൂൺസ് അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാവും. മൈക്കിൾസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ കാർട്ടൂൺസ് വാസ് ക്ലിയർ വെൻ ഹി റോട്ട് എ ഹാർട്ട് ഫെൽറ്റ് മെസ്സേജ് ടു ബാർബറ. അല്ലേ, എത്രത്തോളം ഈ കാർട്ടൂൺസിനെ പറ്റി അദ്ദേഹത്തോട് നന്ദിയുണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ അദ്ദേഹത്തിന് കൊടുത്ത ഓട്ടോഗ്രാഫിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ദിസ് മീറ്റിംഗ് ഷോസ് ഹൗ ആർട്ട് ലൈക്ക് ആനിമേഷൻ ആൻഡ് മ്യൂസിക് ക്യാൻ ഇൻസ്പയർ ആൻഡ് കംഫർട്ട് പീപ്പിൾ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആർട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ പോലെ അനിമേഷനും മ്യൂസിക്കും പോലെ തന്നെ മറ്റുള്ളവരെ എങ്ങനെ ഇൻസ്പയർ ചെയ്യാനും കംഫർട്ട് ചെയ്യാനും സാധിക്കുമെന്ന് മനസ്സിലാക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി 1, ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിയേ. ഒത്തിരി ഉണ്ടല്ലേ, അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു പോവാം. The following is the text of a podcast episode which features the famous cartoon artist Joseph Barbera. Sit in groups, read carefully and analyze the text of the podcast. അപ്പോൾ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഒരു ഡെഫിനിഷൻ ഞാൻ പറയട്ടെ. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ഓഡിയോ ഓർ വീഡിയോ ഫയൽ ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ ഡൗൺലോഡ് ഓർ സ്ട്രീമിംഗ് ഓവർ ദ ഇൻ്റർനെറ്റ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റലായിട്ടുള്ള ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഫയലാണ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ്റർനെറ്റ് വഴി, ഇങ്ങനെ ഉള്ള ഒരു ഇൻ്റർനെറ്റ് വഴി പ്രചരിക്കുന്നതാണിത്. നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. പോഡ്കാസ്റ്റ് ആർ ഓഫൺ എ സീരീസ് ഓഫ് എപ്പിസോഡ്സ് ദാറ്റ് ആർ പബ്ലിഷ്ഡ് റെഗുലർലി. എങ്ങനെയും ആകാം. ഇന്ന് ഒരു പ്രോഗ്രാം നടത്തി, നമുക്കറിയാമല്ലോ നമ്മളെ FM ഒക്കെ ഇല്ലേ, അതേപോലത്തെ സംഭവങ്ങളൊക്കെ തന്നെ, പക്ഷേ ഇൻ്റർനെറ്റ് വഴി ഉള്ളതാണ്. നമ്മൾ റേഡിയോയിലൊക്കെ നമ്മൾ FM കേൾക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള സംഭവമില്ലേ, അതുപോലെയുള്ള ഇൻ്റർനെറ്റ് വഴിയുള്ളതാണ് ഈ പറഞ്ഞ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാനും നമ്മുടെ സൗകര്യം പോലെ നമുക്ക് കേൾക്കാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ ചിലപ്പോൾ ഒറ്റ ദിവസത്തെ ഒരു എപ്പിസോഡായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നു, ഇന്നിപ്പോൾ തൻ്റെ ജോസഫ് ബാർബറയെ കൊണ്ടുവന്നു, ഇവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു, അദ്ദേഹം ഉത്തരവൊക്കെ പറയുന്നത് ഇവിടെ അവസാനിച്ചു. ചിലപ്പോൾ എന്താവും, എപ്പിസോഡ്സ് കാണും. ഇത്ര എപ്പിസോഡ്സിലുള്ള ഏതെങ്കിലും ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇങ്ങനെ ആയിരിക്കും. ഇതിനാണ് ഈ പോഡ്കാസ്റ്റ് എന്ന് ശരിക്കും നമ്മൾ പറയുന്നത്. ഇവിടെ ജോസഫ് ബാർബറെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുവാണ്? അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ദ മാജിക് ഓഫ് കാർട്ടൂൺസ്, ജോസഫ് ബാർബറാസ് സ്റ്റോറി. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ, അപ്പോൾ പാർട്ട് 1, പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞാൽ എപ്പിസോഡ് 1, എപ്പിസോഡ് 2 എന്നും പറഞ്ഞൊക്കെ വരും. ഹലോ എവ്രി വൺ, ദിസ് ഇസ് നിമി. കണ്ടോ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് കണ്ടോ? ഹലോ എവ്രി വൺ, ദിസ് ഇസ് നിമി. വെൽക്കം ടു ദിസ് പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഫീച്ചറിങ് ദ ഫേമസ് കാർട്ടൂൺ ആർട്ടിസ്റ്റ് ജോസഫ് ബാർബറ. അപ്പം നമുക്ക് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്തായിരിക്കും?
വേറൊരാളെ പറ്റി എഴുതാനായിരിക്കും. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് നോക്കി വെച്ചോ. ലാസ്റ്റ് ജോസഫ് ബാർബറ എന്നുള്ള അങ്ങോട്ട് മാറ്റിയിട്ട് അവരെ പേരങ്ങ് വെച്ചാൽ മതി. വി ആർ ത്രിൽഡ് ടു ഹാവ് ജോസഫ് ബാർബറ വിത്ത് us ടുഡേ. കണ്ട, അവിടെയും ജോസഫ് ബാർബറ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന ആളെ അങ്ങോട്ട് എടുത്ത് വെച്ചേക്കുക. As you know, Joseph Barbera, the legend of the animation industry, is the genius behind characters like Tom and Jerry. കണ്ടോ, നമ്മളൊരു റൈറ്ററെ പറ്റി അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പറ്റി ഇതാണൊക്കെ അങ്ങോട്ട് പൊക്കി പറഞ്ഞിട്ട് എന്ത് പറയാം? അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് ടോം ആൻഡ് ജെറിക്ക് അതങ്ങോട്ട് എഴുതി വെക്കാം. പിന്നെ എന്താണ് വീണ്ടും പറയുന്നത്? He takes us on a fascinating journey sharing captivating stories of his meeting with Michael Jackson. Join us, we delve into the vivid tapestry of Joseph Barbera's life, illuminating his incredible contributions to the world of animation. ഭയങ്കരമായ കട്ടി വാക്കുകൾ വാരി വിതറിയാണ് പറയുന്നത്. നമ്മൾക്ക് ഇത്രയും വലിയ വാക്കുകളൊന്നും പറ്റത്തില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞാൽ മതി. A hearty welcome ജോസഫ് ബാർബറ. ഈ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളെ ഭയങ്കരമായി ഇൻസ്പയർ ചെയ്തതാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ മൈക്കൽ ജാക്സണുമായിട്ടുള്ള മീറ്റിങ്ങിനെ പറ്റിയിട്ട് ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നു. പിന്നെ ആനിമേഷൻ്റെ ലോകത്ത് അദ്ദേഹം എന്തുമാത്രം കോൺട്രിബ്യൂഷനാണ് ചെയ്തത്, ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹാർട്ടി വെൽക്കം ജോസഫ് ബാർബറ എന്ന് പറയുന്നു. പിന്നെ യു ആർ എ ട്രൂ ലെജൻഡ് ഓഫ് ആനിമേഷൻ, യുവർ ക്രിയേറ്റീവ് ബ്രില്യൻസ് ഹസ് എൻ്റർടൈൻ മില്യൻസ് അറൗണ്ട് ദ വേൾഡ് ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഇങ്ങനെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങുന്നു. ക്വസ്റ്റ്യൻ, ക്യാൻ യു ഷെയർ യുവർ എക്സ്പീരിയൻസ് ഓഫ് ക്രിയേറ്റിംഗ് ടോം ആൻഡ് ജെറി സീരീസ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ വി ഹാവ് ഹാർഡ് ഓഫ് യുവർ മീറ്റിംഗ്സ് വിത്ത് ദ ലെജൻഡറി മൈക്കിൾ ജാക്സൺ, ക്യാൻ യു ഷെയർ ദാറ്റ് എക്സ്പീരിയൻസ്? ഇനി ഡിഡ് ഇറ്റ് വർക്ക് ഔട്ട്? ഇതിനെല്ലാം ഇദ്ദേഹം ആൻസർ പറയുന്നുണ്ട്. കണക്റ്റഡ് ആയിട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. പിന്നെ ചോദിച്ച് ലാസ്റ്റ് ഒരു ചോദ്യം എന്താണ്? ഡു യു ഹാവ് എ മെസ്സേജ് ഫോർ യുവർ ലിസണേഴ്സ്? ഇതിനൊക്കെ അദ്ദേഹം മറുപടിയും പറയുന്നു. നമ്മളുടെ സർഗാത്മകമായ രീതിയിൽ നമ്മൾ എഴുതുന്ന നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും ഈ എഴുത്ത്. നിങ്ങൾക്കുള്ളത് ലാസ്റ്റ് കണ്ടോ നിർത്തുന്നത് എങ്ങനെയാണ്? താങ്ക് യു ഫോർ സ്പെൻഡിങ് സം ഓഫ് യുവർ വാല്യുബിൾ ടൈം വിത്ത് us. Until next time, keep the laughter alive. This is Nimi signing off. ഇങ്ങനെ പറഞ്ഞ് നിർത്തി. ഇനി നമുക്കെന്താ വേണ്ടുന്നത്? നൗ ക്രിയേറ്റ് എ പോഡ്കാസ്റ്റ് ഫീച്ചറിങ് എൻ എമിനൻ്റ് പേഴ്സണാലിറ്റി ഓഫ് യുവർ ചോയ്സ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഓൺ യുവർ സ്കൂൾ റേഡിയോ. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മളൊക്കെ മിക്കവാറും സെലക്ട് ചെയ്യുന്നത് സച്ചിൻ തെണ്ടുൽക്കറൊക്കെ ആയിരിക്കും, ഇല്ലയോ? അപ്പം നിങ്ങൾക്ക് ആരെയാണോ വേണ്ടുന്നത് അവർ ഇൻ്റർനെറ്റിൽ കിട്ടുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ ഇവരെ പറ്റിയിട്ടുള്ള ഇവരുടെ ബയോഗ്രഫിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടണം. അല്ലെങ്കിൽ ഇവരുടെ മറ്റ് ഇൻ്റർവ്യൂസൊക്കെ ഇതിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ആരെയാണ് സച്ചിനെ പറ്റി വേണമെങ്കിൽ തന്നെ എഴുതാം. അല്ലെങ്കിൽ നമ്മുടെ ഗായികമാരെ ആരെങ്കിലും പറ്റി എഴുതാം. റൈറ്റേഴ്സ് ആണെങ്കിൽ JK റൗളിങ്ങിനെ പറ്റി എഴുതാം. റുഡ്യാർഡ് കിപ്ലിങ്ങിനെ പറ്റി എഴുതാം. അങ്ങനെ ഒരുപാട് റൈറ്റേഴ്സിനെ പറ്റി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവരുടെ ഹിസ്റ്ററി നമുക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു ഫോം നമ്മളിവിടെ തരാം. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും നമുക്ക് തരാം കേട്ടോ, തരാതിരിക്കില്ല. ഇനി അടുത്ത എന്താണ്? ആക്ടിവിറ്റി 2. To my hero of yesterday, today and tomorrow, with many thanks for all the many cartoon friends you gave me as a child. They were all I had. നമ്മൾ വായിച്ചതാണ്. You have read the autograph Jackson gave to Joseph Barbera. What does this autograph tell you about Jackson's childhood? How do you think the cartoons of Joseph Barbera helped Michael Jackson in his loneliness? 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. Has any work of art influenced in your childhood? Narrate your experience to the class. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് എന്താണ്? നമ്മളിത് വായിച്ചു അല്ലേ? നമ്മളിത് വായിച്ചു. നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഡസ് ദിസ് ഓട്ടോഗ്രാഫ് ടെൽ യു അബൌട്ട് ജാക്സൺസ് ചൈൽഡ്ഹുഡ്? എന്താണ്? നമ്മൾ ഒരു ക്വസ്റ്റ്യനായിട്ട് അത് എഴുതിയതാണ്. ദ ഓട്ടോഗ്രാഫ് ചോസ് ദാറ്റ് മൈക്കിൾ ജാക്സൺസ് ചൈൽഡ്ഹുഡ് വാസ് ലോൺലി. He found comfort in cartoon characters like those created by Barbera. The phrase, "they were all I had," suggests that these cartoons were his main source of support and friendship. This shows how art can provide comfort during tough times. Any, how do you think the cartoons of Joseph Barbera helped Michael Jackson in his loneliness? എന്താണ് ആൻസർ? The cartoons by Joseph Barbera, like Tom and Jerry, helped Michael Jackson feel less lonely. In his autograph to Barbera, Jackson thanked him for the many cartoon friends he had as a child.
saying they were all I had. This shows how the cartoons gave him comfort and joy during tough times. They were a source of companionship and emotional support when he felt isolated. ഇത്രയും മതി. അദ്ദേഹം ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു കമ്പാനിയൻഷിപ്പും ഒരു ഇമോഷണൽ സപ്പോർട്ടും ഒക്കെ ആയിട്ട് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഇനി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയുക. നമുക്ക് ആരെ പിടിക്കാം? നമ്മുടെ ലയൺ കിങ്ങിനെ പിടിക്കാം. When I was a child, The Lion King deeply influenced me. I loved the colors, music and story. The themes of family, responsibility and courage stood out. Simba's journey helped me understand the importance of facing fears and growing. Mufasa's wisdom made me value guidance from loved ones. The film gave me comfort and inspiration. It taught me life lessons that I still carry today. Art like this film can uplift and guide us in powerful ways. പറഞ്ഞല്ല സിമ്പിൾ സെൻറ്റൻസ് അല്ലേ? മനസ്സിലാക്കാത്ത വല്ലതും ഉണ്ടോ? ഇനി ഇങ്ങനത്തെ ഫിലിം എനിക്ക് എന്ത് തരുന്നുണ്ട്? കംഫർട്ടും ഇൻസ്പിറേഷനും ഒക്കെ തരുന്നുണ്ട്. പിന്നെന്താണ്? ആർട്ട് ഫിലിം, ഇതുപോലുള്ള ആർട്ട് ഫിലിം നമുക്ക് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാനും നമ്മളെ ഗൈഡ് ചെയ്യാനും പവർഫുൾ വഴികളിലൂടെയൊക്കെ മുമ്പോട്ട് പോകാനും ഒക്കെ നമ്മളെ ഗൈഡ് ചെയ്യാനൊക്കെ സാധിക്കും. സിനിമയൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. പിന്നെ പോഡ്കാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ നല്ല വലുതായിപ്പോയി. നമ്മൾ എഴുതി വരുമ്പോൾ ആൻസർ ഇത്തിരിയേ കാണത്തുള്ളെങ്കിലും ക്വസ്റ്റ്യൻ ഒരുപാടങ്ങ് വലുതായിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. ഇനി അടുത്തൊരു ചാപ്റ്ററും കൂടെ ഉള്ളൂ. സ്കൂളിലൊക്കെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാവരും ക്ഷമിക്കുക. കുറച്ച് തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നല്ല എടുക്കാനായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.